ഈ വീഡിയോയിൽ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പാർട്ടീസ് ഹു ആർ കോമ്പീറ്റൻറ്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആകണമെങ്കിൽ അതിനകത്ത് എഗ്രിമെൻറ്റ് വേണം, ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് വേണം, കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ് വേണം, ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഓബ്ജക്റ്റ്, ആൻഡ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി എ വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കണം. ഇതിൽ എഗ്രിമെൻറ്റ്, ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്, ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഇതെല്ലാം നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്സാണ്. ഈ വീഡിയോയിൽ ഹു ആർ കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് എന്ന് നോക്കാം. സെക്ഷൻ 11 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എവ്രി പേഴ്സൺ ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് ഹു ഈസ് ഓഫ് ദ ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ വിച്ച് ഹി ഈസ് സബ്ജക്റ്റ് ആൻഡ് ഹു ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് and is not disqualified from contracting by any law to which he is subject. അതായത് മൈനർ അഥവാ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ, പിന്നെ അൺസൗണ്ട് പേഴ്സൺ അതായത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, ഇവർക്ക് രണ്ട് കൂട്ടർക്കും കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല എന്ന് സെക്ഷൻ 11 എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് പേഴ്സൺ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ എന്ന് നോക്കാം. ഇതിൽ വരുന്നത് ഏലിയൻ, എനിമി, കൺവിക്റ്റ്, ഇൻസോൾവൻറ്റ് പേഴ്സൺ ഒക്കെയാണ്. ഇവരെക്കുറിച്ച് വിശദമായിട്ട് വരുന്ന സ്ലൈഡിൽ പറയുന്നതാണ്. ഇതിൽ മൈനറും അതുപോലെ അൺസൗണ്ട് പേഴ്സണും ഇൻകോമ്പീറ്റൻറ്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് എന്ന് പറയാൻ കാരണം ദേ ആർ നോട്ട് കേപ്പബിൾ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് എന്താണെന്നോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ദേ ആർ നോട്ട് കേപ്പബിൾ ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് ആദ്യം ആരാണ് മൈനർ എന്ന് നോക്കാം. സെക്ഷൻ 3 ഓഫ് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പറയുന്നത് മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. 18 വയസ്സ് തികയാത്ത ഒരാളെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. ഇനി മൈനറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ കോൺട്രാക്റ്റിൻ്റെ എഫക്റ്റ്, അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് വാലിഡ് ആണോ, ഇൻവാലിഡ് ആണോ, വോയിഡ് ആണോ, എന്താ അതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ആൻ എഗ്രിമെൻറ്റ് വിത്ത് മൈനർ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ദ കോൺട്രാക്റ്റ് ഈസ് വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. മൈനറായിട്ട് എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റ് തുടക്കം മുതലേ അസാധുവായിരിക്കും. മോഹിനി ബീബി വേഴ്സസ് ദാമോദർ ഗോസയുടെ കേസിൽ ഗോസെ ഒരു മൈനറായിരുന്നു. അയാൾ തൻ്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്ത് ബ്രഹ്മോദത്ത് എന്ന മണി ലെൻഡറിൻ്റെ കയ്യിൽ നിന്നും 20,000 രൂപ കടം വാങ്ങി. ദത്തിന് വേണ്ടി അയാളുടെ അറ്റോർണി ആയിരുന്നു ഗോസയ്ക്ക് പണം കൊടുത്തത്. ഗോസെ ഒരു മൈനറാണെന്ന് ഈ അറ്റോർണിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പിന്നീട് ഗോസെ തൻ്റെ അമ്മ വഴി ദത്തിനെതിരെ കേസ് കൊടുക്കുകയാണ്. എന്തും പറഞ്ഞ് ദിസ് മോർഗേജ് വാസ് വോയിഡ് ഡ്യൂ ടു ഹിസ് മൈനോറിറ്റി. ഗോസയുടെ ആർഗ്യുമെൻറ്റ് കോടതി ശരിവെച്ചു. കോർട്ട് സെഡ് ദാറ്റ് ഗോസെസ് കോൺട്രാക്ട് വാസ് ആബ്സല്യൂട്ട്ലി വോയിഡ് ഫ്രം ദ ബിഗിനിങ്. അതുകൊണ്ട് തന്നെ വാങ്ങിച്ച കാശ് തിരിച്ചു തരണമെന്ന് ഗോസേനെ കമ്പൽ ചെയ്യാൻ ദത്തിന് സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു. അണ്ടർ ദ മോർഗേജ് ഗോസെ വാസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രോമിസ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്റ്റ്. സോ ഒരു മൈനറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ആ കോൺട്രാക്റ്റ് വോയിഡ് അബ് ഇനീഷ്യോ ആയിരിക്കും. ആ കോൺട്രാക്റ്റിന് യാതൊരുവിധ സാധ്യതയും ഉണ്ടാവില്ല. മോഹിനി ബീബിയുടെ കേസിനെ റീഅഫേം ചെയ്തുകൊണ്ട് 2015 വന്ന കേസായിരുന്നു മത്തായി വേഴ്സസ് ജോസഫ് മേരിയുടെ കേസ്. ഈ കേസിൽ പ്ലെയിൻറ്റിഫിൻ്റെ അമ്മ തൻ്റെ 15ാമത്തെ വയസ്സിൽ അവരുടെ ബ്രദറിന് 7,000 റുപ്പീസ് കടമായിട്ട് കൊടുക്കുകയാണ്. ഇതിന് സെക്യൂരിറ്റി ആയിട്ട് ബ്രദർ തൻ്റെ ഭൂമിയാണ് പെങ്ങൾക്ക് പണയമായിട്ട് നൽകുന്നത്. ഈ ഭൂമി ഒരു 50 വർഷത്തോളം ഈ പെങ്ങൾ, അതായത് പ്ലെയിൻറ്റിഫിൻ്റെ അമ്മ തൻ്റെ കൈവശം വെച്ച് പോന്നു. അമ്മ മരിച്ചപ്പോൾ പ്ലെയിൻറ്റിഫ് സെക്ഷൻ 4A ഓഫ് കേരള റിഫോംസ് ആക്ട് 1963 പ്രകാരം തന്നെ ഈ ലാൻഡിൻ്റെ ഡീംഡ് ടെനൻ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മോർഗേജ് ലാൻഡ് വാങ്ങാനുള്ള സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് കിട്ടണമെന്ന് അവകാശപ്പെട്ട് കോടതിയെ സമീപിക്കുകയാണ്. പക്ഷെ കോടതി ഈ ആപ്ലിക്കേഷൻ തള്ളി. കോടതി അതിന് പറഞ്ഞ റീസൺ ഈ മോർഗേജ് ഡീഡ് ഇൻവാലിഡ് ആണെന്നാണ്. കാരണം ഈ ഡീഡിൽ ഏർപ്പെടുമ്പോൾ പ്ലെയിൻറ്റിഫിൻ്റെ അമ്മയുടെ പ്രായം 15 വയസ്സായിരുന്നു. അവരൊരു മൈനറായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഈ പ്ലെയിൻറ്റിഫിൻ്റെ അമ്മയും അവരുടെ ബ്രദറും തമ്മിൽ ഉണ്ടാക്കിയ ആ മോർഗേജ് ഡീഡ് തന്നെ നിലനിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഇയാൾ ഈ ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഡീംഡ് ടെനൻ്റ് ആക്കണം എന്ന് പറയുന്ന കാര്യവും നിലനിൽക്കുന്നില്ല എന്ന് കോർട്ട് പറഞ്ഞു. എഫക്റ്റ് ഓഫ് കോൺട്രാക്ട് വിത്ത് മൈനറിൻ്റെ സെക്കൻഡ് പോയിന്റ് ഇസ് ദ ലോ ഓഫ് എസ്റ്റോപ്പൽ ഡസ് നോട്ട് അപ്ലൈ എഗെയിൻസ്റ്റ് മൈനർ എന്നുള്ളതാണ്. അതായത് സെക്ഷൻ 115 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്ന ലോ ഓഫ് എസ്റ്റോപ്പൽ ഇവിടെ ആപ്ലിക്കബിൾ ആകില്ല. ലോ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഡിക്ലറേഷൻ ഓർ ഒമിഷൻ ഇൻറ്റൻഷനലി ചെയ്യുന്നു.
എന്നിട്ട് നിങ്ങളുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ആ പറഞ്ഞത് സത്യമല്ലായിരുന്നു എന്ന് പറഞ്ഞ് എനിക്കിതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ആൽവിൻ അവൻ്റെ പാരൻസിൻ്റെ പേരിലുള്ള കാറ് കാണിച്ചിട്ട് ഇത് തൻ്റെ സ്വന്തം കാറാണെന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുന്നു. അതിനുശേഷം ആൽവിന് പറയാൻ പറ്റില്ല ഈ കാറ് വിൽക്കുമ്പോൾ ഈ കാറിൻ്റെ ടൈറ്റിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആൽവിനും നിങ്ങളും തമ്മിലുള്ള സെയില് വാലിഡ് അല്ല എന്ന്. Because as per section 115 of Indian Evidence Act, you are stopped from doing that. പക്ഷേ മൈനറിന് ഈ റൂള് ആപ്ലിക്കബിൾ അല്ല. ഒരു മൈനർ തനിക്ക് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. ദെൻ ഈ മൈനറിന് തന്നെ ഈ കോൺട്രാക്റ്റ് താൻ മൈനർ ആയതുകൊണ്ട് വാലിഡ് അല്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റും. കാരണം ലോ ഓഫ് എസ്റ്റോപ്പൽ മൈനറിന് ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഇനി തേർഡ് എഫക്റ്റ് ഓഫ് കോൺട്രാക്ട് വിത്ത് മൈനർ എന്താണെന്ന് നോക്കാം. റിട്ടേൺ ഓഫ് ബെനിഫിറ്റ്സ് സെക്യൂർഡ് ബൈ എ മൈനർ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. മൈനർ താനൊരു മേജർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കുന്നു. പിന്നീട് ഈ കള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കി പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് തിരിച്ചു ചോദിക്കുകയാണ്. ഈ പ്രോപ്പർട്ടി ഓർ ഗുഡ്സിൻ്റെ പൊസഷൻ മൈനറിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് തന്നാൽ മതി. എന്നാൽ മൈനർ ഈ പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് വിറ്റ് കാശാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റീഫണ്ട് ചോദിക്കാൻ പറ്റില്ല. ലെസ്ലി വേഴ്സസ് ഷെല്ലിൻ്റെ കേസിലാണ് കോർട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അബൌട്ട് മൈനർ ലയബിലിറ്റി ഫോർ നെസസിറ്റി. നമുക്കറിയാം ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്സ് ആർ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫാണെന്ന്. ഈ ബേസിക് നെസസിറ്റീസ് മൈനറിന് ആരെങ്കിലും കൊടുക്കുന്നു ഫോർ സപ്പോർട്ടിങ് ദ ലൈഫ് ഓഫ് മൈനർ. അപ്പോൾ അതിൻ്റെ ചിലവ് അയാൾ എവിടെ നിന്ന് ഈടാക്കും? മൈനറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ബട്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 68 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ദ പേഴ്സൺ ഹു ഹാസ് ഫർണിഷ്ഡ് ദ സപ്ലൈസ് ഈസ് എൻടൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് ഇൻകേപ്പബിൾ പേഴ്സൺ ലൈക്ക് മൈനർ ഓർ ലുനാറ്റിക് പേഴ്സൺ. അതായത് മൈനറിൻ്റെ സ്വത്തിൽ നിന്നും ഈ പറയുന്ന എക്സ്പെൻസസ് അയാൾക്ക് ഈടാക്കാൻ പറ്റും. സെക്ഷൻ 68 പ്രകാരം മൈനർ മാത്രമല്ല, ലുനാറ്റിക് പേഴ്സൺസ്, ഇൻകേപ്പബിൾ പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ലുനാറ്റിക് പേഴ്സൺസും ഇവിടെ വരും. അപ്പോൾ ഇതൊരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനെ ബേസ് ചെയ്ത് വന്നൊരു കാര്യമല്ല, ബട്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. ഇനി കോൺട്രാക്ട് ഓഫ് പാർട്ട്ണർഷിപ്പിൽ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ്. പക്ഷെ അതിന് കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് വേണം. ഇനി കോൺട്രാക്ട് ഓഫ് ഏജൻസിയിലാണെങ്കിലോ മൈനറിന് ഏജൻ്റ് ആയിട്ടിരിക്കാം, പക്ഷേ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാകില്ല, ആൻഡ് ഹി കനോട്ട് ആക്ട് ആസ് ആൻ പ്രിൻസിപ്പൽ ഓൾസോ. ഇനി അടുത്ത പോയിന്റ് പറയുന്നത്, ഒരാൾ മൈനർ ആയിരിക്കുമ്പോൾ ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റിന് 18 വയസ്സ് കഴിയുമ്പോൾ അയാൾക്ക് റാക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം മൈനർ ആയിരിക്കുമ്പോൾ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ് വാലിഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയാളതിനെ വാലിഡ് ആക്കാൻ നോക്കിയാൽ അത് പറ്റില്ല, ബിക്കോസ് ആ കോൺട്രാക്റ്റ് ഓൾറെഡി വോയിഡ് അബ് ഇനീഷ്യോ ആണ്. ദെൻ അടുത്തത് പറയുന്നത്, ദ മൈനർ കനോട്ട് ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻറ്റ്. ഒരു മൈനറിനെ നമുക്ക് ഇൻസോൾവെൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് വൺ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൈനറിന് എൻട്രി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോൺട്രാക്ട്സ് ഉണ്ട്. എ കോൺട്രാക്ട് ഓഫ് അപ്രൻറ്റിസ്ഷിപ്പ്, സർവീസ്, എഡ്യൂക്കേഷൻ എക്സെട്ര. ഇതൊക്കെ അലൗ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജനറേറ്റ്സ് ബെനിഫിറ്റ് ടു ദ മൈനർ. കാരണം ഇങ്ങനെയുള്ള കോൺട്രാക്റ്റ് വഴി മൈനറിന് ബെനിഫിറ്റേ ഉണ്ടാവുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് അബൌട്ട് കോമ്പീറ്റൻസി ഓഫ് അൺസൗണ്ട് പേഴ്സൺ. അപ്പം മൈനറിനെ പോലെ തന്നെ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് അൺസൗണ്ട് പേഴ്സൺ എന്ന് പറയുന്നത്. ഇതിൽ ലുനാറ്റിക്, ഇഡിയറ്റ്, ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ ഇവരെല്ലാവരും വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടും എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റും വോയിഡ് ആയിരിക്കും. സെക്ഷൻ 12 വാട്ട് ഈസ് ദ സൗണ്ട് മൈൻഡ് ഫോർ ദ പേർപ്പസ് ഓഫ് കോൺട്രാക്റ്റിംഗ്, അതായത് ഒരു കോൺട്രാക്റ്റിങ്ങിൽ എന്താണ് സൗണ്ട് മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുമ്പോൾ ഒരാൾ സൗണ്ട് പേഴ്സൺ ആണെന്ന് പറയണമെങ്കിൽ ഹീ ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് കോൺട്രാക്ട് ആൻഡ് ഓഫ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെൻറ്റ് ആസ് ടു ഇറ്റ്സ് എഫക്റ്റ് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്. അതായത് അയാൾക്ക് കോൺട്രാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. കൂടാതെ ഈ കോൺട്രാക്റ്റ് തനിക്ക് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് റാഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താനും സാധിക്കണം. സെക്ഷൻ 12 മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ചില ആളുകൾ എപ്പോഴും അൺസൗണ്ട് ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴാണോ സൗണ്ട് മൈൻഡിൽ ഇരിക്കുന്നത് അന്നേരം ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അതായത് സൗണ്ട്നെസ് ഈസ് റിക്വയർഡ് ഒൺലി അറ്റ് ദ ടൈം ഓഫ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് അവർ സൗണ്ട് മൈൻഡിൽ ഇരുന്നാൽ മതി, അല്ലാത്ത ടൈമിൽ അവർ അൺസൗണ്ട് ആയാലും പ്രശ്നമില്ല. ഇങ്ങനെ സൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന ടൈമിനെ
പറയുന്ന പേരാണ് ലുനാറ്റിക് ഇൻട്രവൽ. ഈ സെക്ഷൻ്റെ ഇല്ലുസ്ട്രേഷനിൽ പറയുന്നുണ്ട്, ഒരു സെയിനായിട്ടിരിക്കുന്ന ആൾ, അതായത് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഭയങ്കരമായ പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം കാരണമോ അല്ലെങ്കിൽ അയാൾ കള്ളു കുടിച്ചതുകൊണ്ടോ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു റാഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല അയാൾക്ക്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പേഴ്സൺ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് അൺസൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറും. നെക്സ്റ്റ് ഈസ് അബൌട്ട് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്. മൈനറും അൺസൗണ്ട് പേഴ്സണും കൂടാതെ വേറെ ചില ആളുകളുണ്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ളവർ. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഏലിയൻ എനിമീസ്. ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ആളുകളെ നമ്മൾ പറയുന്നത് ഏലിയൻസ് എന്നാണ്. അപ്പോൾ ഇന്ത്യ ഒരു രാജ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യുദ്ധം പ്രഖ്യാപിച്ച രാജ്യത്തെ പൗരന്മാരെ ഏലിയൻ എനിമീസ് എന്ന് പറയും. സോ എ കോൺട്രാക്ട് വിത്ത് ആൻ ഏലിയൻ എനിമി ബിക്കെയിംസ് അൺഎൻഫോഴ്സബിൾ ഓൺ ദ ഔട്ട്ബ്രേക്ക് ഓഫ് വാർ. ഇനി സെക്കൻഡ് വൺ, ഫോറിൻ സോവറിങ്സ് ആൻഡ് അംബാസഡേഴ്സ്. മറ്റ് രാജ്യങ്ങളുടെ തലവന്മാർ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ അംബാസഡർമാർ, ഇവരൊക്കെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. കാരണം അവർ അവരുടെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ച് മറ്റൊരു രാജ്യത്ത് വന്ന് നിൽക്കുന്നവരാണല്ലോ, അപ്പോൾ അവർക്ക് കുറച്ച് സ്പെഷ്യൽ പ്രിവിലേജുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഇന്ത്യൻ കോടതിയിൽ വയലേഷൻ ഓഫ് കോൺട്രാക്റ്റിന് സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല, അൺലെസ് ദേ വോളണ്ടറിലി സബ്മിറ്റ് ടു ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഇന്ത്യൻ കോർട്ട്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് കൺവിക്റ്റ്, ഇംപ്രിസൺമെൻറ്റ് ഓർ ഡെത്ത് പെനാൽറ്റി, ഇങ്ങനെ എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് ജയിലിൽ അടച്ചിരിക്കുന്ന ആളുകളുമായിട്ട് നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഇനി ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ബട്ട് ഈ ഇൻകപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്റ്റ് ശിക്ഷ അനുഭവിക്കുന്ന കാലപരിധിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ കാലാവധി കഴിഞ്ഞാൽ ഹി ക്യാൻ എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. ഇനി അടുത്ത് ഇൻസോൾവെൻ്റ് ആണെന്ന് കോടതി പ്രഖ്യാപിച്ച ഒരാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. കാരണം അയാളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ അയാളെ ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ കോടതി അയാളെ ഇൻസോൾവൻസിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്താൽ ഹി ബിക്കംസ് കേപ്പബിൾ ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്.